അപ്പോൾ നമ്മുടെ നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കപ്പ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആ കപ്പ വേണമെങ്കിൽ ഉപ്പേരിയെന്നോ കപ്പ ഇഷ്ടമെന്നോ ഒക്കെ പറയാം. അപ്പോൾ കപ്പ കൊണ്ടുള്ള ഒരു പുതിയൊരു വിഭവമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന കപ്പ. ഇത് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കുക. ഇത് ഇപ്പോൾ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഒന്ന് നന്നായി കഴുകി എടുക്കുക. ഈ കപ്പ കഴുകിയത് ഇപ്പോൾ കുക്കറിൽ നമ്മൾ ഇട്ടിട്ട് ആ കപ്പയുടെ ഒപ്പം തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുക. അതിനുശേഷം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ 1-2 പ്രാവശ്യം അടിച്ച് അത് വേവിച്ചെടുക്കുക. ഇതിലേക്ക് വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, വേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു അരമുറി നാളികേരവും ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത് നമ്മൾ ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. അരയണ്ട അധികം, അതുപോലെ അടിച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ അരച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ കടുക് ഒന്ന് കുറച്ചെടുത്ത് അതിൽ പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ആ വേപ്പിലയും കൂടെ അതിലൊന്ന് ചേർത്ത് നമ്മൾ ഇളക്കുക. വേപ്പിലൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളിയുടെ ആ ഒരു കൂട്ട് അതിൽ ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായി ഇളക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് ഇളക്കുക. അപ്പോൾ ഒന്ന് മൊരിച്ചിലായി വരുമ്പോൾ നമുക്ക് നേരത്തെ ചെരുകി വെച്ച നമ്മൾ ആ നാളികേരം അതും കൂടി ഇട്ട് ഒന്ന് നന്നായി ചേർത്ത് ഇളക്കുക. അത് മൊരിയണമെന്നില്ല കേട്ടോ, അത് വെറുതെ ഒന്ന് ചേർത്ത് ഇളക്കി വെച്ചാൽ മതി. നാളികേരം മൊരിയണമെന്നില്ല, നന്നായി ചേർത്ത് ഇളക്കുക, അത്ര ചെയ്താൽ മതി. ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെള്ളം വാർത്ത് വെച്ച കപ്പയാണ്. ഇത് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കപ്പ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഉപ്പേരിയാണ്, നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.